പ്രമുഖ നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചു എന്നുള്ള ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നായിരുന്നു വിയോഗം സംഭവിച്ചത്. ഹോട്ടൽ മുറിയിൽ മരണപ്പെട്ട നിലയിലായിരുന്നു ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. വെറും 51 വയസ്സ് മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ. പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി ഇദ്ദേഹം ചോറ്റാനിക്കരയിലേക്ക് എത്തുകയായിരുന്നു. കുടുംബമൊക്കെ തന്നെയും നാട്ടിലായിരുന്നു. ഇദ്ദേഹം തനിച്ചായിരുന്നു എത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ ജീവനക്കാർ കണ്ടെത്തി. ഒരുപാട് നല്ല മലയാള സിനിമകളിലൂടെയും മിമിക്രി വേദികളിലൂടെയും ശ്രദ്ധ നേടിയ നവാസിന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട്. ഒരു സമയത്ത് മലയാള സിനിമകളുടെ പ്രധാന ഭാഗമായിരുന്ന നവാസ് പിന്നീട് അഭിനയ രംഗത്ത് നിന്നും മാറി നിന്നു എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കലാജീവിതത്തിനോടൊപ്പം തന്നെ കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോയ നവാസ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല എന്നുണ്ടെങ്കിൽ പോലും ഹോട്ടൽ മുറിയിൽ മരണപ്പെട്ട നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് സിനിമാ മേഖലയിൽ നിന്നും മിമിക്രി കലാരംഗത്തു നിന്നും നിരവധി പേരാണ് അനുശോചനം രേഖപ്പെടുത്തിയും എത്തിയത്. 1995 പുറത്തിറങ്ങിയ ചൈതന്യം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് നവാസ് അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹം കൊണ്ടു നടന്ന നവാസിന് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമാ മേഖലയിൽ തന്നെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് നവാസിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത്.